പണ്ട് സാറ്റലൈറ്റ് ആയിരുന്നു സിനിമകളുടെ ഏറ്റവും വലിയൊരു റവന്യൂ. അപ്പോൾ സാറ്റലൈറ്റ് മുന്നിൽ നിൽക്കുന്ന സമയത്ത്, അതായത് സാറ്റലൈറ്റ് ഒരു വലിയ റവന്യൂ സ്ട്രീം ആയിരിക്കുന്ന സമയത്ത് ആക്ടേഴ്സ് അതിലെ ഒരു വലിയ ഘടകമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആക്ടറെ വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് റവന്യൂ കൂടുതൽ, അതുകൊണ്ട് ഇതെന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. പിന്നെ പതിയെ പതിയെ സാറ്റലൈറ്റ് മാറി, സാറ്റലൈറ്റ് പിക്ചേഴ്സിന് മാറി, വീണ്ടും തിയേറ്റേഴ്സ് തന്നെയായി. പിന്നീടാണ് OTT വന്നത്. OTT വന്നപ്പോഴും സെയിം ഫാക്ടറായി വന്നു. അതായത് OTTകൾ ആൾക്കാർ വിചാരിച്ച് OTT വരുമ്പോൾ കുറച്ചും കൂടി ഫ്രഷ് കണ്ടന്റ് അല്ലെങ്കിൽ പുതിയ ടാലൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്കോസിസ്റ്റം ഒക്കെ ബിൽഡ് ആവുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. സെയിം ലൈക്ക് OTTയും ആക്ടേഴ്സിനെ വെച്ചിട്ടായി പടങ്ങൾ എടുക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് ഇപ്പോൾ ഈ കുറച്ച് മാസങ്ങളും വെരി റീസെന്റ് ഇയേഴ്സുമായിട്ട് സംഭവിച്ചിരിക്കുന്നത് OTTയും അതൊന്ന് മാറി. വീണ്ടും ഇപ്പോഴും തിയേറ്ററുകൾ തന്നെയാണ് സിനിമയെ വിജയിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ റവന്യൂ സ്ട്രീം എന്ന് പറയുന്നത് സിനിമകളെ സംബന്ധിച്ച് ഇപ്പോൾ തിയേറ്റർ തന്നെയാണ്. തിയേറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളാണ്. സാധാരണ നമ്മളുടെ ജനങ്ങൾ ഒരു പടം ആദ്യത്തെ ദിവസം കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയി അവർ അഭിപ്രായം പറയുന്ന അനുസരിച്ചിട്ടാണ് ഇന്ന് പടങ്ങൾ വിജയിക്കുന്നത്. അപ്പോൾ പടങ്ങളെ സംബന്ധിച്ച് ഇന്ന് താരങ്ങൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടൻസേ ഇല്ല. നല്ല സ്റ്റോറി നല്ല കണ്ടന്റ് ആണെങ്കിൽ സിനിമ വിജയിക്കും.